ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനു കൃഷ്ണ. നമ്മളിന്ന് നോക്കുന്നത് കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളാണ്. അപ്പോൾ PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ വുമൺ പ്രിസൺ ഓഫീസർ, അതായത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ വുമൺസിന് വേണ്ടി നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ജോഗ്രഫി ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ വീതം നോക്കാം. എന്നിട്ട് അത് വന്ന മേഖലകൾ, ഏത് ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ ഏത് നമ്മുടെ പഠിക്കേണ്ട ഏത് മേഖലയിൽ നിന്നാണ് അത് വന്നത് എന്നൊക്കെ ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? അപ്പോൾ നിങ്ങളെല്ലാവരും എഴുതിയ ഒരു എക്സാമാണ് ഈ വുമൺ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. അപ്പോൾ അതിന് വന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളുണ്ട് ഓപ്ഷൻ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളുണ്ട്, ഉഷ്ണമേഖല മുൾക്കാടുകളുണ്ട്, പർവ്വത വനങ്ങളുണ്ട്. അപ്പോൾ ഓപ്ഷൻസിൽ ഉള്ള ആൾക്കാരെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് നമ്മുടെ +1 5ാമത്തെ ചാപ്റ്റർ പഠിക്കുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏത്? അപ്പോൾ +1 5 തന്നെ അറിയണമെന്നില്ല, ഇതൊക്കെ പ്രീവിയസ് ആണ്. ഒരു PQ ചെയ്യുന്ന ഒരു കുട്ടിക്കും ഈ ചോദ്യം ഈസി ആയിട്ട് കിട്ടേണ്ടതാണ്. അല്ല, PQ ചെയ്തിട്ടില്ല എങ്കിൽ +1 5ാമത്തെ ചാപ്റ്റർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്കും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിക്കുന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. ഉഷ്ണമേഖലയിലാണ് ഏറ്റവും വൈവിധ്യമാർന്ന വനങ്ങൾ കാണപ്പെടുന്നത്. ആ ഉഷ്ണമേഖലയിലെ വൈവിധ്യമാർന്ന വനങ്ങളെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഉഷ്ണമേഖലയിലാണ് ഏറ്റവും നല്ല രീതിയിൽ, ഉഷ്ണമേഖലയിലാണ് ഏറ്റവും വൈവിധ്യമാർന്ന വനങ്ങൾ കാണപ്പെടുന്നത്. ഉഷ്ണമേഖലയിലാണ് ഉഷ്ണമേഖലയിൽ തന്നെ മഴ 200 സെൻറ്റിമീറ്ററിന് മുകളിലാണെങ്കിൽ, ഉഷ്ണമേഖലയിൽ മഴ 200 സെൻറ്റിമീറ്ററിന് മുകളിൽ ലഭിക്കുന്ന ഭാഗങ്ങളിൽ, ഉഷ്ണമേഖലയിൽ മഴ 200 സെൻറ്റിമീറ്ററിന് മുകളിൽ ലഭിക്കുന്ന ഭാഗങ്ങളിൽ ഏത് തരം വനങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ മഴക്കാടുകളാണ് ഉണ്ടാകുന്നത്. ഏത് തരം വനങ്ങളാണ്? മഴക്കാടുകൾ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഉഷ്ണമേഖലയിൽ മഴ 200 സെൻറ്റിമീറ്ററിന് മുകളിൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ മഴക്കാടുകളാണ് രൂപപ്പെടുന്നത്. മഴക്കാടുകൾ, ഉഷ്ണമേഖല മഴക്കാടുകൾ. PSC അത് തന്നെ ഒരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഉഷ്ണമേഖല മഴക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? മഴക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉഷ്ണമേഖലയിലാണ്. മഴക്കാടുകൾ കാണപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് ഉഷ്ണമേഖലയിലാണ് ഈ മഴക്കാടുകൾ കാണപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയുള്ള പ്രദേശമാണ്? മഴ 200 സെൻറ്റിമീറ്ററിന് മുകളിലുള്ള പ്രദേശങ്ങളിലാണ് ഈ മഴക്കാടുകൾ കാണപ്പെടുന്നത്. മഴക്കാടുകളെയാണ് നിത്യഹരിത വനങ്ങൾ എന്നും പറയുന്നത്. മഴക്കാടുകളുടെ മറ്റൊരു പേരാണ് നിത്യഹരിത വനങ്ങൾ. നിത്യഹരിത വനം. മഴക്കാടുകളുടെ മറ്റൊരു പേരാണ് നിത്യഹരിത വനം. ഇന്ത്യയിൽ 3 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് മഴക്കാടുകൾ ഉള്ളത്. ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 3 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് മഴക്കാടുകൾ ഉള്ളത്. ഏതൊക്കെയെന്ന് നോക്കിയാൽ, ഒന്ന് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം, പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ്, ഒന്ന് എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം. 2 എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങൾ. വടക്ക് കിഴക്കൻ ഹിമാലയം, അതായത് കിഴക്കൻ ഹിമാലയവും പൂർവാചൽ കുന്നുകളും എന്ന് പറയാം. ഇതിനെ അല്ലെങ്കിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെന്നും പറയാം. വടക്ക് കിഴക്കൻ സംസ്ഥാനം. 3 എന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ഈ 3 സ്ഥലങ്ങളിലുമാണ് മഴക്കാടുകൾ അല്ലെങ്കിൽ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ ഉഷ്ണമേഖലയിലെ ഒരു പ്രധാനപ്പെട്ട വനമേഖലയാണ് നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ മഴക്കാടുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 3 സ്ഥലങ്ങളിലാണ് ഈ ഒരു നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. ഒന്ന് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങൾ അല്ലെങ്കിൽ നീലഗിരി എന്നാണ് അറിയപ്പെടുന്നത്. 2 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. 3 ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്.
ഈ 3 സ്ഥലങ്ങളിൽ മാത്രമേ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള വനങ്ങൾ ഏതെന്ന് ചോദിച്ചാലും കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള വനങ്ങൾ ഏതെന്ന് ചോദിച്ചാലും ഒരിക്കലും ആരെ എഴുതരുത്? ഈ ഒരു നിത്യഹരിത വനങ്ങളെ എഴുതരുത്. കാരണം കേരളത്തിലോ ഇന്ത്യയിലോ ഏറ്റവും കൂടുതലുള്ള വനങ്ങളല്ല ഈ നിത്യഹരിത വനങ്ങൾ. ഇന്ത്യയിൽ 3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത്. കേരളം എടുക്കുകയാണെങ്കിൽ നമ്മുടെ നീലഗിരി ഉൾപ്പെടുന്ന സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടെന്ന് പറയുന്നത്. കേരളം എടുത്തു കഴിഞ്ഞാൽ സൈലന്റ് വാലിയാണ് ഏറ്റവും വലിയ മഴക്കാട് എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏത് എന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. അപ്പോൾ മഴക്കാട് നമുക്ക് ഉത്തരമായിട്ട് വരില്ല എന്ന് നമുക്ക് ഉറപ്പായി. രണ്ടാമതായി ഉഷ്ണമേഖലയിൽ കാണപ്പെടുന്ന മറ്റൊരു വനവിഭാഗമാണ് ഇലപൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖലയിൽ കാണപ്പെടുന്ന മറ്റൊരു വനവിഭാഗമാണ് ഇലപൊഴിയും വനങ്ങൾ. ഇലപൊഴിയും വനം. ഉഷ്ണമേഖല, ഇലപൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖലയിൽ കാണപ്പെടുന്ന മറ്റൊരു വനവിഭാഗമാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനം. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? മഴ 70 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ. ഇതെവിടെയാണ്? ഇലപൊഴിയും വനങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? മഴ 70 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെയുള്ള പ്രദേശങ്ങളിലാണ് ഈ ഒരു ഇലപൊഴിയും വനങ്ങൾ അല്ലെങ്കിൽ മൺസൂൺ വനങ്ങൾ കാണപ്പെടുന്നത്. ഇലപൊഴിയും വനങ്ങൾ അല്ലെങ്കിൽ മൺസൂൺ വനങ്ങൾ കാണപ്പെടുന്നത് മഴ 70 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ. ഈ വനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനം ഏത് എന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആയിരുന്നു ഉത്തരം, ഉഷ്ണമേഖല ഇലപൊഴിയും വനം. ഇത് തന്നെ 2 രീതിയിൽ കാണപ്പെടുന്നുണ്ട്. മഴ 100 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ ആണെങ്കിൽ അവിടെ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് ഉണ്ടാകുന്നത്. ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. മഴ 100 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെയാണെങ്കിൽ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്. ഇനി ഇതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനങ്ങൾ. ഈ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനം. മിക്ക എക്സാമിനും ചോദിക്കാറുള്ളതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണെന്ന്. ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനം. രണ്ടാമത്തെ വനവിഭാഗം രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് മഴ 70 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെയുള്ള ഭാഗങ്ങളിലാണ്. അവിടെ കാണപ്പെടുന്നത് വരണ്ട ഇലപൊഴിയും വനങ്ങളാണ്. അപ്പോൾ മഴ 70 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത് വരണ്ട ഇലപൊഴിയും വനങ്ങളാണ്. അപ്പോൾ മഴ 100 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെയാണെങ്കിൽ അവിടെ കാണപ്പെടുന്നത് ആർദ്ര ഇലപൊഴിയും വനങ്ങളും. മഴ 70 മുതൽ 100 സെൻറ്റിമീറ്റർ വരെയാണെങ്കിൽ അവിടെയുള്ളത് വരണ്ട ഇലപൊഴിയും വനങ്ങളുമാണ്. ഇതിൽ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങളാണ്. വരണ്ട ഇലപൊഴിയും വനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വനങ്ങളാണ്. അപ്പോൾ ഇവയെ ഇലപൊഴിയും വനങ്ങളെന്നും മൺസൂൺ വനങ്ങളെന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള വനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഇലപൊഴിയും വനം, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ അല്ലെങ്കിൽ മൺസൂൺ വനങ്ങളാണ്. ഇതിന് തന്നെ 2 വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ മൺസൂൺ വനങ്ങൾ ഉണ്ടാകുന്നത് മഴ 70 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ്. അവിടെ തന്നെ മഴ 100 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെയാണെങ്കിൽ അവിടെ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ വനം കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനങ്ങളാണ്. ഇനി മഴ 70 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് വരണ്ട ഇലപൊഴിയും വനങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഈ വരണ്ട ഇലപൊഴിയും വനങ്ങളാണ്. ഇനി മഴയുടെ അളവ് വീണ്ടും കുറയുകയാണ്. 50 സെൻറ്റിമീറ്ററിൽ താഴേക്ക് പോയി. മഴ 50 സെൻറ്റിമീറ്ററിൽ താഴെയാണ് ലഭിക്കുന്നതെങ്കിൽ മഴ 50 സെൻറ്റിമീറ്ററിൽ താഴെയാണ് ലഭിക്കുന്നതെങ്കിൽ ഉഷ്ണമേഖല മുൾക്കാടുകളാണ് ഉണ്ടാകുന്നത്. ഉഷ്ണമേഖല മുൾക്കാടുകളാണ് അവിടെ ഉണ്ടാകുന്നത്. ഉഷ്ണമേഖല മുൾക്കാടുകളാണ് ഉണ്ടാകുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ, പഞ്ചാബ്,
പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് എന്നീ ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും ഉഷ്ണമേഖല മുൾക്കാടുകൾ. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന മറ്റൊരു വനവിഭാഗമാണേത്? ഉഷ്ണമേഖല മുൾക്കാടുകൾ. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഉഷ്ണമേഖല എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ വനങ്ങൾ കാണപ്പെടുന്ന ഒരു മേഖലയാണ്. ഉഷ്ണമേഖലയിൽ തന്നെ മഴ 200 സെൻറ്റിമീറ്ററിന് മുകളിൽ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? മഴക്കാടുകൾ അല്ലെങ്കിൽ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ ഈ മഴക്കാടുകളെ നോക്കുമ്പോൾ ഇന്ത്യയിൽ വളരെ കുറച്ച് മാത്രമേ മഴക്കാടുകളുള്ളൂ. ഇന്ത്യയിൽ 3 സ്ഥലങ്ങളിൽ മാത്രമാണ് മഴക്കാടുകളുള്ളത്. പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ. കേരളം എടുക്കുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മഴക്കാടാണ് സൈലന്റ് വാലി. അത് കഴിഞ്ഞ് നമ്മൾ ഉഷ്ണമേഖലയിൽ തന്നെ മഴ 70 മുതൽ 200 സെൻറ്റിമീറ്റർ വരെയാണെങ്കിൽ അവിടെ ഇലപൊഴിയും വനങ്ങൾ അല്ലെങ്കിൽ മൺസൂൺ വനങ്ങളാണ് കാണപ്പെടുന്നത്. ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനം. ഇതിൽ തന്നെ മഴ 100 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ ആണ് ലഭിക്കുന്നതെങ്കിൽ അവിടെ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് കാണപ്പെടുന്നത്. ഇതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനം. ഇനി നമ്മുടെ മഴ, അതായത് ഉഷ്ണമേഖലയിൽ മഴ 50 സെൻറ്റിമീറ്ററിൽ താഴെയാണ് ലഭിക്കുന്നതെങ്കിൽ അവിടെ ഉഷ്ണമേഖല മുൾക്കാടുകളാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും അർദ്ധ വരണ്ട മേഖലകളിലും നമുക്ക് ഈ ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ അല്ലേ? ഉത്തരം ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. അപ്പോൾ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ നമ്മൾ ഒരിക്കലും എഴുതരുത്. ഇന്ത്യയിൽ 3 പ്രദേശങ്ങളിൽ മാത്രമാണുള്ളത്. ഉഷ്ണമേഖല മുൾക്കാടുകളും എഴുതരുത്. അതും ഇന്ത്യയിൽ നമ്മുടെ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. പർവ്വതവനങ്ങൾ. എന്താണ് പർവ്വതവനങ്ങൾ? നമുക്ക് നോക്കാം. പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങളാണേത്? പർവ്വതവനങ്ങൾ എന്ന് പറയുന്നത്. പർവ്വതങ്ങളുടെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നതിനാൽ ഈ വനങ്ങളിലും അതിൻ്റേതായ വ്യത്യാസമുണ്ട്. പർവ്വതങ്ങളുടെ ഏറ്റവും താഴ്ന്ന ഭാഗങ്ങളിൽ ഉഷ്ണമേഖലാ വനങ്ങളായിരിക്കും കാണപ്പെടുന്നത്. പർവ്വതങ്ങളുടെ കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ ഇത് മിതോഷ്ണമേഖലാ വനങ്ങളായും അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ശൈത്യമേഖലാ വനങ്ങളായും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹിമാലയ പർവ്വതമെല്ലാം പറയുമ്പോൾ ഹിമാലയത്തിൽ ഉഷ്ണമേഖലാ വനങ്ങൾ മുതൽ ധ്രുവങ്ങളിൽ കാണപ്പെടുന്ന തുന്ദ്രാവനങ്ങൾ വരെ കാണാൻ കഴിയും. അതായത് നമ്മുടെ ഹിമാലയ പർവ്വതം മിതോഷ്ണ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഈ ഹിമാലയ ഭാഗത്ത് ഉഷ്ണമേഖലാ വനങ്ങൾ മുതൽ പോളാർ റീജിയനിലെ തുന്ദ്രാവനങ്ങൾ വരെ കാണാൻ കഴിയും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പ്രദേശത്തെ സസ്യജാലങ്ങളെ സ്വാധീനിക്കുന്നത് ആ പ്രദേശത്തെ താപനിലയും മഴയുമാണ്. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് നല്ലതുപോലെ ചൂട് ലഭിക്കുകയും നല്ലതുപോലെ മഴ ലഭിക്കുകയും ചെയ്യുന്ന പ്രദേശമായതിനാൽ ഈ ഭാഗങ്ങളിലാണ് ഉഷ്ണമേഖല വനങ്ങൾ കാണപ്പെടുന്നത്. ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസമനുസരിച്ച് മിതോഷ്ണമേഖലാ വനങ്ങളും ശൈത്യമേഖലാ വനങ്ങളും തുന്ദ്രാവനങ്ങളും എല്ലാം കാണാൻ കഴിയും. എന്നാൽ ഒരു പർവ്വതം എടുക്കുമ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പർവ്വതങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലും ഒരേ വനങ്ങളല്ല രൂപപ്പെടുന്നത്. പകരം പർവ്വതങ്ങളുടെ താഴെ ഉഷ്ണമേഖലാ വനങ്ങൾ, അതിൻ്റെ മുകളിൽ മിതോഷ്ണമേഖലാ വനങ്ങൾ, അതിൻ്റെ മുകളിൽ ശൈത്യമേഖലാ വനങ്ങൾ എന്നിങ്ങനെ പർവ്വതങ്ങളിലും ഉയരം കൂടുന്നതിനനുസരിച്ച് വനങ്ങളിൽ പ്രാദേശിക വ്യത്യാസമുണ്ടാകുന്നു. എന്നാലും നമ്മളിതിനെ മൊത്തത്തിൽ പർവ്വതവനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പർവ്വതവനങ്ങൾ 2 തരമാണുള്ളത്. ഇന്ത്യയിലെ പർവ്വതവനങ്ങൾ 2 തരം. ഒന്ന് വടക്കൻ പർവ്വതവനം, ഒന്ന് വടക്കൻ പർവ്വതവനം. വടക്കൻ പർവ്വതവനമാണ്, അത് ഹിമാലയമാണ്. ഒന്ന് എന്ന് പറയുന്നത് വടക്കൻ പർവ്വതവനമാണ്. അത് ഏത് വനമാണ്? ഹിമാലയമാണ്. വടക്കൻ പർവ്വതവനം എന്ന് പറയുന്നത് ഹിമാലയമാണ്. രണ്ടാമത്തത് തെക്കു ഭാഗത്തെ പർവ്വതവനം, തെക്കൻ പർവ്വതവനം. തെക്കു ഭാഗത്തെ പർവ്വതവനം ഇത് നമ്മുടെ പശ്ചിമഘട്ടവും വിന്ധ്യാനിരകളെയുമാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ തെക്കു ഭാഗത്തെ പർവ്വതവനങ്ങളിൽ പശ്ചിമഘട്ടവും വിന്ധ്യാനിരകളെയുമാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വടക്കൻ പർവ്വതവനങ്ങൾ ഹിമാലയ പർവ്വതത്തിൽ കാണപ്പെടുന്ന വനങ്ങളാണ്. തെക്ക് ഭാഗത്തെ പർവ്വതവനങ്ങൾ പശ്ചിമഘട്ടത്തിലെയും വിന്ധ്യാനിരകളിലെയും വനങ്ങളാണ്. ഹിമാലയം എടുക്കുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ തുടങ്ങി ഏറ്റവും മുകളിലായിട്ട് തുന്ദ്രാവനങ്ങൾ വരെ കാണപ്പെടുന്നു. എന്നാൽ പശ്ചിമഘട്ടം എടുക്കുമ്പോഴേക്കും ഉഷ്ണമേഖലാ വനങ്ങളും മിതോഷ്ണമേഖലാ വനങ്ങളുമാണ് കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിലെ മിതോഷ്ണമേഖലാ വനങ്ങളെ വിളിക്കുന്ന പേരാണ് ചോലവനങ്ങൾ. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന മിതോഷ്ണ മേഖലാ വനങ്ങളെ വിളിക്കുന്ന പേരാണ് ചോലവനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നീലഗിരിയുടെ ഭാഗങ്ങളിലും ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങളിലുമെല്ലാം നമുക്ക് ചോലവനങ്ങൾ കാണാൻ കഴിയും.
അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നിന്ന് ഒരിക്കലും പർവ്വതവനങ്ങൾ ഉണ്ടാവരുത്. അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴി വനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? ബംഗാളിൻ്റെ ദുഃഖം, നമ്മൾ പല നദികളെയും ദുഃഖം എന്ന് കേൾക്കാറുണ്ട് അല്ലേ? ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അപ്പോൾ എന്തുകൊണ്ടാണ് ചില നദികളെ നമ്മൾ ആ ഒരു പ്രദേശത്തെ ദുഃഖം എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ അവ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ അസ്സാമിൻ്റെ ദുഃഖം എന്ന് നമ്മൾ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്നുണ്ട് അല്ലേ? അസ്സാമിൻ്റെ ദുഃഖം ഏതാണ്? അസ്സാമിൻ്റെ ദുഃഖം, അസ്സാമിൻ്റെ ദുഃഖം, അസ്സാമിൻ്റെ ദുഃഖം ആരാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദിയാണ് അസ്സാമിൻ്റെ ദുഃഖം, ബ്രഹ്മപുത്ര നദിയാണ്. ഇനി ബീഹാറിൻ്റെ ദുഃഖം ഏതാണ്? ബീഹാറിൻ്റെ ദുഃഖം ഇത് കോസിയാണ്. ബീഹാറിൻ്റെ ദുഃഖം, ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ്. ബീഹാറിൻ്റെ ദുഃഖം കോസി. ഇനി ബംഗാളിൻ്റെ ദുഃഖം ഏതാണ്? ദാമോദറാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദറാണ്. അസ്സാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്രയാണ്, ബീഹാറിൻ്റെ ദുഃഖം കോസിയാണ്. അതേപോലെ നമ്മുടെ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദറാണ്. കാരണം ദാമോദർ നദി ബംഗാളിൽ ശക്തമായ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നുണ്ട്. ദാമോദർ നദി നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗങ്ങളിൽ ശക്തമായ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദാമോദറിനെ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ഈ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനു വേണ്ടി നമ്മൾ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ്യ നദീതട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ. ആരാണ് ദാമോദർ നദി? ഗംഗയുടെ കൈവഴിയായിട്ടുള്ള, ഗംഗയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറി ആയിട്ടുള്ള, ഗംഗയുടെ കൈവഴിയായിട്ടുള്ള ഹൂഗ്ലി നദിയുടെ ഒരു പോഷക നദിയാണ് ഏത്? ദാമോദർ. ഗംഗ രണ്ടായി പിരിയുന്നുണ്ട്. അതിൽ ഒരു കൈവഴിയാണ് ഹൂഗ്ലി നദി എന്ന് പറയുന്നത്. ഹൂഗ്ലിയിൽ പതിക്കുന്ന ഒരു പ്രധാന നദിയാണ് ഏത്? ദാമോദർ നദി. ഇനി ഗോദാവരിയെക്കുറിച്ച് നമുക്കൊരു പ്രത്യേകത പറയാം. നമ്മുടെ ഉപദ്വീപ്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. അതായത് ഉത്തരേന്ത്യൻ നദി എടുക്കുകയാണെങ്കിൽ ഗംഗ എങ്ങനെയാണോ അതേപോലെ ഉപദ്വീപ്യൻ നദികളിൽ നീളവും വീതിയും പോഷക നദികളുടെ എണ്ണവും എല്ലാം കൂടുതലുള്ള നദിയാണ് ഗോദാവരി. അതുകൊണ്ടാണ് ദക്ഷിണ ഗംഗ ഗോദാവരി എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്ത് സോൺ നദി. ഗംഗയുടെ ഏറ്റവും വലിയ ഉപദ്വീപ്യൻ പോഷക നദി, ഗംഗയുടെ ഏറ്റവും വലിയ ഉപദ്വീപ്യൻ പോഷക നദിയാണ് ഏത്? പോഷക നദിയാണ് സോൺ നദി. ഗംഗയിൽ പതിക്കുന്ന ഏറ്റവും വലിയ ഉപദ്വീപ്യൻ പോഷക നദി. ഗംഗയുടെ ഉപദ്വീപ്യൻ പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ചമ്പൽ, കെൻ, ബെത്തുവ, സോൺ എന്നിവയാണ്. ഇതിൽ ചമ്പൽ, കെൻ, ബെത്തുവ നദികൾ നമ്മുടെ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയായ യമുന നദിയിലാണ് പതിക്കുന്നത്. എന്നാൽ സോൺ നദി മാത്രമാണ് ഗംഗയിൽ നേരിട്ട് പതിക്കുന്നത്. അപ്പോൾ ഗംഗയിൽ നേരിട്ട് പതിക്കുന്ന ഒരു ഉപദ്വീപ്യൻ പോഷക നദി എന്ന് ചോദിച്ചാൽ അതും സോണാണ് കേട്ടോ. ഗംഗയിൽ നേരിട്ട് പതിക്കുന്ന ഉപദ്വീപ്യൻ പോഷക നദി സോണാണ്. ഗംഗയുടെ ഏറ്റവും വലിയ ഉപദ്വീപ്യൻ പോഷക നദിയും ഏതാണ്? സോൺ നദിയാണ്. കോസി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദിയാണ് കോസി കേട്ടോ. ബീഹാറിൻ്റെ ദുഃഖം എന്ന് വിളിക്കുന്ന കോസി ഇന്ത്യയിലെ തന്നെ ഏറ്റവും അപകടകാരിയായ നദിയാണ് ഏത്? കോസി എന്ന നദി. നമുക്ക് ദാമോദറിൻ്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദാമോദർ നദിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇവിടുത്തെ ഉത്തരം ദാമോദർ ആയതുകൊണ്ട് ദാമോദർ നദിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഉത്ഭവം ജാർഖണ്ഡിലെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ പലാമു കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ദാമോദർ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ജാർഖണ്ഡിലെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ പലാമു കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പതനം എവിടെയെന്ന് ചോദിച്ചാൽ ഹൂഗ്ലി നദിയിലാണ്. ദാമോദറിൻ്റെ പതനം എവിടെയാണ്? ഹൂഗ്ലി നദിയിലാണ്. അപ്പോൾ ദാമോദർ നദി ഉത്ഭവിക്കുന്നത് ജാർഖണ്ഡിലെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ പലാമു കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പതനം എവിടെയാണ്? ഹൂഗ്ലി നദിയിലാണ് പതിക്കുന്നത്. നമ്മുടെ ദാമോദർ നദിയുടെ പതനം എവിടെ എന്ന് ചോദിച്ചാൽ അത് ഹൂഗ്ലി നദിയിലാണ്. ദാമോദറിൻ്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ബരാക്കർ, കോനാർ, ബൊക്കാറോ, ജമുനിയ എന്നിവയാണ്.
നമ്മുടെ ദാമോദരൻ്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ബരാക്കർ, കോനാർ, ബൊക്കാറോ, ജമുനിയ എന്നിവയാണ് ദാമോദരൻ്റെ പ്രധാന പോഷക നദികൾ. അടുത്ത് നമുക്ക് ദാമോദർ റിവർ വാലി പ്രോജക്റ്റ് എന്തെന്ന് നോക്കാം. ദാമോദർ നദീതട പദ്ധതി എങ്ങനെയാണ്, എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ്യ നദീതട പദ്ധതി, ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ്യ നദീതട പദ്ധതിയാണ്. വിവിധോദ്ദേശ്യ നദീതട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ്യ നദീതട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിൽ 1948 ഇത് സ്ഥാപിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ 1948 ഇത് സ്ഥാപിക്കുന്നത്. പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ്യ നദീതട പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ്യ നദീതട പദ്ധതിയാണ് ഏത് പദ്ധതി? ദാമോദർ നദീതട പദ്ധതി. ഇത് അമേരിക്കയിലെ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ട പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി എങ്ങനെയാണ് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ട പദ്ധതിയാണ്. അതായത് ദാമോദരൻ്റെ പ്രധാന പ്രശ്നം എന്തായിരുന്നു? വെള്ളപ്പൊക്കം. ദാമോദർ നദി മഴക്കാലത്ത് വെള്ളപ്പൊക്കമുണ്ടാക്കുന്നു. കൊൽക്കത്തയ്ക്ക് സമീപത്തൊക്കെ വെള്ളപ്പൊക്കമുണ്ടാക്കുന്നു. ഇതാണ് നമുക്ക് പ്രതിരോധിക്കേണ്ടത്. അപ്പോൾ അമേരിക്കയിലെ ടെന്നീസ് വാലി അതോറിറ്റി ഇത്തരത്തിൽ വെള്ളപ്പൊക്കമുണ്ടാക്കുന്ന നദികളെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു. അതെങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അതേ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ഇത് ദാമോദർ നദീതട പദ്ധതി. അതുകൊണ്ടാണ് അമേരിക്കയിലെ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത്. ഇനി ഇതൊരു വിവിധോദ്ദേശ്യ പദ്ധതിയാണ്. അതായത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. ഒന്ന് എന്ന് പറയുന്നത് ദാമോദർ നദിയിലെ വെള്ളപ്പൊക്കം തടയുക എന്നത് തന്നെയാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ജലസേചനം. 3 വൈദ്യുതി ഉൽപാദനം. ഇതൊക്കെ ദാമോദർ നദീതട പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളപ്പൊക്കം തടയാനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും എല്ലാം വേണ്ടി നമ്മൾ ഒരു 4 ഡാമുകളാണ് ഇതിൽ പ്രധാനമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളപ്പൊക്കം തടയാനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ജലസേചനത്തിനുമായിട്ട് ദാമോദർ നദിയിൽ 4 അണക്കെട്ടുകളാണ് പ്രധാനമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത്. ഒന്ന് തിലയ്യ. ഇത് ബരാക്കർ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തിലയ്യ, മെയ്തൺ എന്നിവ ബരാക്കർ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബരാക്കർ നദി ദാമോദരൻ്റെ പോഷക നദിയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ബരാക്കർ നദി, തിലയ്യ, മെയ്തൺ എന്നീ 2 അണക്കെട്ടുകളും ബരാക്കർ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാഞ്ചറ്റ് അണക്കെട്ട് ദാമോദർ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാഞ്ചറ്റ് അണക്കെട്ട് ദാമോദർ നദിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കോനാർ അണക്കെട്ട് അതിൻ്റെ മറ്റൊരു പോഷക നദിയായ കോനാർ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ദാമോദർ നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ എത്രയെന്ന് ചോദിച്ചാൽ അത് 4 അണക്കെട്ടുകളാണുള്ളത്. തിലയ്യ, കോനാർ, മെയ്തൺ, പാഞ്ചറ്റ്. തിലയ്യയും മെയ്തണും ദാമോദറിൻ്റെ പ്രധാന പോഷക നദിയായ ബരാക്കർ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോനാർ നദിയിലാണ്. പാഞ്ചറ്റ് ദാമോദർ നദിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ്യ നദീതട പദ്ധതി. എന്തെല്ലാം പർപ്പസിന് വേണ്ടിയെന്ന് ചോദിച്ചാൽ ദാമോദർ നദിയിലെ വെള്ളപ്പൊക്കം തടയുക, ദാമോദർ നദിയിലെ വെള്ളത്തെ ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കുക, വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇവയെല്ലാമാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി 1948 ഇത് ഉദ്ഘാടനം ചെയ്തത്. അമേരിക്കയിലെ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിലാണ് ഇവിടെ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ നദികളും അവയുടെ ചില പ്രത്യേകതകളുമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ NCERT പാഠപുസ്തകത്ത് കൊടുത്തിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും അവയുടെ ചില പ്രത്യേകതകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ഈ നദികളുടെ ഉത്ഭവ സ്ഥാനങ്ങളെ ഒന്ന് നോക്കാം. ഹിമാലയൻ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഹിമാനികൾ നിറഞ്ഞ ഹിമാലയ പ്രദേശങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഹിമാനികൾ ഉരുകിയുള്ള വെള്ളവും ലഭിക്കും, കൂടാതെ മഴയിൽ നിന്നുള്ള വെള്ളവും ലഭിക്കുന്നു. അതുകൊണ്ട് ഈ നദികൾ ഒരിക്കലും വറ്റാതെ ഒഴുകിപ്പോകുന്ന നദികളാണ്. അപ്പോൾ ഹിമാലയൻ നദികളുടെ ഉത്ഭവം ഹിമാനികൾ നിറഞ്ഞ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഹിമാനികളിൽ നിന്നും മഴയിൽ നിന്നും വെള്ളം സ്വീകരിച്ച് ഒഴുകിപ്പോകുന്ന നദികളാണ്
ഈ ഒരു ഹിമാലയ നദികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം നദികളെ വറ്റാത്ത നദികൾ എന്നാണ് അറിയപ്പെടുന്നത്. വറ്റാത്ത നദികൾ, പെർണിയൽ റിവറുകൾ അല്ലെങ്കിൽ വറ്റാത്ത നദികൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഉപദ്വീപ്യൻ നദികളെയാണെങ്കിലോ, ഉപദ്വീപ്യൻ നദികൾ നമ്മുടെ ഉപദ്വീപിലെ പീഠഭൂമികളിൽ നിന്നോ അല്ലെങ്കിൽ അതിലെ കുന്നുകളിൽ നിന്നോ സെൻട്രൽ ഹൈലാൻഡ് മധ്യ ഉന്നത തടത്തിൽ നിന്നോ ആണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഉപദ്വീപ്യൻ നദികൾ ഉപദ്വീപിലെ പീഠഭൂമിയിൽ നിന്നോ മധ്യ ഉന്നത തടത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ കുന്നുകളിൽ നിന്നോ ആയിരിക്കും ഉത്ഭവിക്കുന്നത്. അങ്ങനെ ഉത്ഭവിച്ചൊഴുകിപ്പോകുന്ന ഈ നദികൾ ഒരിക്കലും ഹിമാനികളുള്ള പ്രദേശങ്ങളിൽ കൂടിയല്ല ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ ഒഴുകിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത് മഴ മാത്രമാണ്. അപ്പോൾ ഉപദ്വീപ്യൻ നദികൾ മഴയെ മാത്രം ആശ്രയിച്ചാണ് ഒഴുകുന്നത്. അതുകൊണ്ട് ഈ നദികൾ കാലിക നദികൾ എന്നാണ് അറിയപ്പെടുന്നത്. കാലിക നദികൾ എന്ന് പറയുമ്പോൾ മൺസൂൺ കാലത്ത് മാത്രമേ ഇവ ഒഴുകാറുള്ളൂ, അതായത് മഴക്കാലത്ത് മാത്രമേ ഈ നദികൾ ഒഴുകാറുള്ളൂ. അപ്പോൾ നമ്മുടെ ഹിമാലയ നദികൾ വറ്റാത്ത നദികളാണ്. കാരണം ഇവയ്ക്ക് ഹിമാനികളിൽ നിന്നും ജലം ലഭിക്കുന്നു, കൂടാതെ മഴയിൽ നിന്നും ജലം ലഭിക്കുന്നു. എന്നാൽ ഉപദ്വീപ്യൻ നദികൾ എന്ന് പറയുന്നത് കാലിക നദികളാണ്. ഇവ മഴക്കാലത്ത് മാത്രമേ ഒഴുകാറുള്ളൂ, കാരണം മഴയിൽ നിന്ന് മാത്രമേ ഇവയ്ക്ക് ജലം ലഭിക്കുകയുള്ളൂ. ഇനി ഇവയുടെ ഒഴുക്ക് എങ്ങനെയാണ്? സമതല പ്രദേശങ്ങളിൽ വൃക്ഷ ശിഖര മാതൃക തീർക്കുന്ന പൂർവകാലീന നീരൊഴുക്കാണ് ഇത്. അപ്പോൾ ഒന്ന് വൃക്ഷശിഖര മാതൃക. ഇപ്പോൾ നടന്ന, അതായത് കഴിഞ്ഞ രണ്ടാം പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ സെക്കൻഡ് ഫേസ് രണ്ടാമതായിട്ട് നടന്ന പ്രിലിമിനറി എക്സാം പരിശോധിക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു മാതൃകയാണ് ഈ ഡെൻഡ്രിറ്റിക് പാറ്റേൺ അല്ലെങ്കിൽ വൃക്ഷശിഖര മാതൃക എന്ന് പറയുന്നത്. ഹിമാലയ നദികളുടെ ഒരു ഒഴുക്ക് രൂപമാണ് ഈ ഡെൻഡ്രിറ്റിക് പാറ്റേൺ അല്ലെങ്കിൽ വൃക്ഷശിഖര മാതൃക എന്ന് പറയുന്നത്. ഒരു നദി പലതായിട്ട്, അതായത് ഒരു നദി ഒഴുകി വന്നിട്ട് അത് പലതായിട്ട് ഇങ്ങനെ പിരിഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ വൃക്ഷശിഖര മാതൃക എന്ന് പറയുന്നത്. ഒരു വൃക്ഷത്തിൻ്റെ ശിഖരം പോലെ പോകുന്നത് വൃക്ഷശിഖര മാതൃക എന്ന് പറയുന്നത്. ഹിമാലയ നദികളുടെ ഒരു സ്വഭാവമാണ് വൃക്ഷശിഖര മാതൃക എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് പൂർവകാലീന നീരൊഴുക്കാണ്. അതായത് ഹിമാലയം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്ന നീരുറവകളിൽ നിന്നാണ് ഹിമാലയ നദികൾ രൂപപ്പെട്ടിരിക്കുന്നത്. സോ ഇവയെ പൂർവകാലീന നീരൊഴുക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഹിമാലയ നദികളുടെ പ്രത്യേകതയാണ് സമതല പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ ഇവ വൃക്ഷശിഖര മാതൃകയിലാണ് ഒഴുകുന്നത്, അതായത് ഡെൻഡ്രിറ്റിക് പാറ്റേൺ ആയിട്ടാണ് ഒഴുകിപ്പോകുന്നത്. മാത്രമല്ല ഇത് പൂർവകാലീന നീരൊഴുക്കുകളാണ്, അതായത് ഹിമാലയത്തിന് മുൻപേ ഉണ്ടായിരുന്ന നീരൊഴുക്ക് വ്യൂഹങ്ങളിൽ നിന്നാണ് ഇവ രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി ഉപദ്വീപ്യൻ നദികളിലേക്ക് നമ്മൾ എത്തുകയാണ്. ഉപദ്വീപ്യൻ നദികളെ പരിശോധിക്കുമ്പോൾ ജാലായിത, കേന്ദ്രപ്രഭ, ചതുരാകൃതി എന്നീ മാതൃകകൾ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്താണ് ഈ ജാലായിത എന്ന് പറയുന്നത്? ജാലായിത എന്ന് പറഞ്ഞാൽ ട്രെല്ലിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ട്രെല്ലിസ് മോഡൽ അല്ലെങ്കിൽ ജാലായിത. ഒരു പ്രധാന നദി ഒഴുകിപ്പോകുന്നു, അതിൻ്റെ പ്രാഥമിക പോഷക നദി 90 ഡിഗ്രിയിൽ വന്ന് ചേരുന്നു, അതിൻ്റെ ദ്വിതീയ പോഷക നദി 90 ഡിഗ്രിയിൽ വന്ന് ചേരുന്നു. ഓക്കെ, അപ്പോൾ പ്രധാന നദി ഒഴുകിപ്പോകുമ്പോൾ അതിൻ്റെ പ്രാഥമിക പോഷക നദി 90 ഡിഗ്രി വന്ന് ഇതുമായി ജോയിൻ്റ് ആകുന്നു. ഇനി അതിലേക്ക് 90 ഡിഗ്രിയിൽ വന്ന് അതിൻ്റെ ദ്വിതീയ പോഷക നദി ജോയിൻ്റ് ആകുന്നു. ഇതിനെയാണ് ജാലായിത അല്ലെങ്കിൽ ട്രെല്ലിസ് മോഡൽ എന്നറിയപ്പെടുന്നത്. ഇനി കേന്ദ്രപ്രഭ. എന്താണ് കേന്ദ്രപ്രഭ? ഒരു പർവ്വതനിരയുടെ പല ഭാഗങ്ങളിൽ നിന്ന് നദികൾ ഒഴുകിപ്പോകുന്നതിനെയാണ് കേന്ദ്രപ്രഭ എന്ന് അറിയപ്പെടുന്നത്. കേന്ദ്രപ്രഭ. അടുത്തത് ചതുരാകൃതി. ഒരു ചതുരാകൃതി. രണ്ട് നദികൾ ഇങ്ങനെ ഒഴുകി വരുന്നു, 90 ഡിഗ്രി തിരിഞ്ഞ് ഇതെന്ത് ചെയ്യുന്നു, ഇതുമായിട്ട് ജോയിൻ്റ് ആകുന്നു. ഇതിനാണ് ചതുരാകൃതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉപദ്വീപ്യൻ നദികളുടെ ഒഴുക്ക് രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ ജാലായിത, കേന്ദ്രപ്രഭ, ചതുരാകൃതി, ട്രെല്ലിസ് മോഡൽ, റേഡിയൽ മോഡൽ, റെക്റ്റാങ്കുലർ മോഡൽ എന്നിവയാണ് ഇതിൻ്റെ ആകൃതികളെന്ന് പറയുന്നത്. അപ്പോൾ ഹിമാലയ നദികളുടെ ഒഴുക്ക് രീതി എന്ന് പറയുന്നത് വൃക്ഷശിഖര മാതൃകയാണ്. എന്നാൽ ഉപദ്വീപ്യൻ നദികളുടെ മാതൃക എന്ന് പറയുന്നത് ജാലായിത, കേന്ദ്രപ്രഭ, ചതുരാകൃതി എന്നിവയാണ് ഇതിൻ്റെ മാതൃകകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നദിയുടെ പ്രകൃതം എങ്ങനെയാണ്? നദി എങ്ങനെയുള്ള നദികളാണ്? ഹിമാലയ നദികളെന്ന് പറയുന്നത് വളരെ നീളം കൂടിയ നദികളാണ്, അല്ലേ? ഹിമാലയ നദികളുടെ പ്രത്യേകത വളരെ നീളമേറിയ നദികളാണ്. അത്രത്തോളം നീളം ഏത് നദികൾക്കില്ല? ഉപദ്വീപ്യൻ നദികൾക്കില്ല. ഹിമാലയ നദികളോളം നീളം ഉള്ളവയല്ല ഉപദ്വീപ്യൻ നദികൾ. മാത്രമല്ല
ഹിമാലയ നദികൾ ഒഴുകുന്നത് ഹിമാലയത്തിൻ്റെ വളരെ മുകളിൽ നിന്നും ഉത്ഭവിച്ച് ദുർഘടമായ പർവ്വത പ്രദേശങ്ങളിൽ കൂടി ഒഴുകിയാണ് ഇത് സമതലത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ദുർഘടമായ ഈ പർവ്വത പ്രദേശങ്ങളിൽ കൂടി ഒഴുകുമ്പോൾ ഈ ഭാഗങ്ങളിൽ ശക്തമായ അപരദനം ഉണ്ടാക്കുന്നു. അതായത് ഹിമാലയ പർവ്വതം അവസാദ ശിലാപ്രദേശങ്ങളാണ്, സെഡിമെൻ്ററി റോക്സ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഭാഗങ്ങളാണ്. നമുക്കറിയാം അവസാദ ശിലകൾക്ക് എന്ത് കുറവാണ്? കാഠിന്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ നദികൾ ഒഴുകി വരുമ്പോൾ ഈ ശിലകൾ പൊടിഞ്ഞ് ഈ നദീജലത്തോടൊപ്പം ഒഴുകിപ്പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹിമാലയ പ്രദേശങ്ങളിൽ ശക്തമായ അപരദനം നമുക്ക് കാണാൻ കഴിയും. നദികൾ ഒഴുകുന്ന ഭാഗങ്ങൾ വളരെ വലിയ ആഴത്തിൽ താഴേക്ക് കുഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനെ നമ്മൾ ശീർഷതല അപരദനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഹിമാലയ നദികൾക്ക് ശീർഷതല അപരദനം കൂടുതലാണ്. കാരണം ഹിമാലയ നദികൾ ഈ പർവ്വത ഭാഗങ്ങളിൽ കൂടി ഒഴുകി വരുമ്പോൾ ഈ പർവ്വത ഭാഗങ്ങൾ സെഡിമെൻ്ററി റോക്സ് അല്ലെങ്കിൽ അവസാദ ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയായതിനാൽ ഈ ഭാഗങ്ങൾ ഈ നദീജലത്തോടൊപ്പം പൊടിഞ്ഞ് പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒഴുകുന്ന ഭാഗങ്ങൾ വി ആകൃതിയിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഷേപ്പിലോ, അതായത് മുകളിലും താഴെയും ഒരേ വീതി വരുന്ന ഗിരികന്ധര താഴ്വരകളെന്ന് വിളിക്കപ്പെടുന്ന ഷേപ്പിലോ താഴേക്ക് കുഴിഞ്ഞു പോകുന്നു. അതിനെ നമുക്ക് ശീർഷതല അപരദനം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹിമാലയ നദികൾ വളരെ നീളമുള്ള നദികളാണ്. മാത്രമല്ല ദുർഘടമായ പർവ്വത ഭാഗങ്ങളിൽ കൂടി ഒഴുകി വരുന്നു. ആ നദികൾ ഈ ഭാഗങ്ങളിൽ, ഈ ദുർഘടമായ പർവ്വത ഭാഗങ്ങളിൽ ശീർഷതല അപരദനവും ഉണ്ടാക്കുന്നുണ്ട്. ഇനി നദികൾ, നദീ അപഹരണം, റിവർ പൈറസി കാണപ്പെടുന്നു. നദികൾക്ക് എന്ത് കാണപ്പെടുന്നു? നദീ അപഹരണം അല്ലെങ്കിൽ റിവർ പൈറസി കാണപ്പെടുന്നു. എന്താണ് ഈ റിവർ പൈറസി എന്ന് പറയുന്നത്? കഴിഞ്ഞ LSG സെക്രട്ടറി മെയിൻ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് റിവർ പൈറസി. കഴിഞ്ഞ LSG സെക്രട്ടറി എക്സാം മെയിൻ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു എന്ത്? റിവർ പൈറസി എന്ന് പറയുന്ന ചോദ്യം. അപ്പോൾ റിവർ പൈറസി അല്ലെങ്കിൽ നദീ അപഹരണം. എന്താണ് നദീ അപഹരണം? ഒരു നദി മറ്റൊരു നദിയുടെ ഭാഗങ്ങളെ കൂടി കൈവശപ്പെടുത്തുക. ഇപ്പോൾ രണ്ട് നദികൾ ഒഴുകിപ്പോകുന്നു എന്ന് വയ്ക്കുക. കുറച്ചു നാൾ കഴിയുമ്പോൾ അതിലൊരു നദിയുടെ ഭാഗങ്ങൾ ഇപ്പുറത്തുണ്ടായിരുന്ന ഈ നദി അപഹരിച്ചെടുക്കുക. ഇതിനെയാണ് റിവർ പൈറസി എന്ന് പറയുന്നത്, നദീ അപഹരണം. അപ്പോൾ ഹിമാലയ നദികൾക്ക് ശീർഷതല അപരദനം ശക്തമാണ്. കൂടാതെ ഇതിന് നദീ അപഹരണം അല്ലെങ്കിൽ റിവർ പൈറസിയും കാണപ്പെടുന്നു. ഇനി സമതലങ്ങളിലേക്ക് എത്തുന്ന നദി ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞായിരിക്കും ഒഴുകുന്നത്. ഇതിനെ വലയങ്ങൾ അല്ലെങ്കിൽ മിയാൻഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ വളഞ്ഞൊഴുകുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മിയാൻഡറുകൾ എന്നാണ് അറിയപ്പെടുന്നത്. മിയാൻഡർ അല്ലെങ്കിൽ വലയങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഹിമാലയ നദികൾ സമതലത്തിലേക്ക് എത്തുമ്പോൾ വലയങ്ങൾ അല്ലെങ്കിൽ മിയാൻഡേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല നദികൾക്ക് ഗതിമാറി ഒഴുകാനും കഴിയുന്നു. അതായത് നദികൾ വളരെ വ്യാപകമായിട്ട് ഗതിമാറി ഒഴുകുന്നു. ഇതൊക്കെയാണ് നദിയുടെ സ്വഭാവം. അപ്പോൾ ഹിമാലയ നദികളുടെ സ്വഭാവം എന്താണ്? നീളമേറിയ വളരെ നീളമുള്ള നദികളാണ്. ദുർഘടമായ പർവ്വത ഭാഗങ്ങളിൽ കൂടി ഒഴുകി വരുന്ന നദിയാണ്. ഈ പർവ്വത ഭാഗങ്ങളിൽ ശക്തമായ അപരദനം നടത്തുന്ന നദിയാണ്. ശീർഷതല അപരദനം ശക്തമായി കാണപ്പെടുന്ന നദിയാണ്. ഇനി ഒരു നദി മറ്റൊരു നദിയുടെ ഭാഗങ്ങൾ അപഹരിച്ചെടുക്കാറുണ്ട്. ഇതിനെ റിവർ പൈറസി അല്ലെങ്കിൽ നദി അപഹരണം എന്നാണ് അറിയപ്പെടുന്നത്. സമതലത്തിലേക്ക് എത്തുന്ന നദി നേർരേഖയിൽ ഒഴുകുന്നതിന് പകരം വളഞ്ഞു പൊളഞ്ഞായിരിക്കും ഒഴുകുന്നത്. ഇതിനെ ഈ വളഞ്ഞൊഴുകുന്ന നദീഭാഗങ്ങളെ മിയാൻഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ നദികൾ വ്യാപകമായി ഗതിമാറി ഒഴുകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഉപദ്വീപ്യ നദികളിലേക്ക് വരുമ്പോഴോ ഇത് കൃത്യമായി ക്രമീകരിക്കപ്പെട്ട താഴ്വരകളോട് കൂടിയ നദികളാണ്. കൃത്യമായി ക്രമീകരിക്കപ്പെട്ട താഴ്വരകൾ, അതായത് ഒരുപാട് ആഴമോ അല്ലെങ്കിൽ ഒരുപാട് വിസ്തൃതിയിലോ ഉള്ള ഒരു വിസ്തൃതി എന്ന് പറയുമ്പോൾ വീതിയുണ്ട് കേട്ടോ. അതായത് ഉപദ്വീപ്യ നദികളുടെ നദീ താഴ്വരകൾ ആഴം കുറവും വീതിയുള്ളവയുമാണ്. അപ്പോൾ ഇത് കൃത്യമായി ക്രമീകരിക്കപ്പെട്ടതാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ ഉപദ്വീപ്യൻ നദികൾ ഒഴുകുന്നത് ഉറപ്പുള്ള ശിലാഭാഗങ്ങളിൽ കൂടിയാണ്. അങ്ങനെ നൂറ്റാണ്ടുകൾ ഒഴുകിക്കഴിഞ്ഞപ്പോൾ നദി ഒഴുകുന്ന ഭാഗങ്ങളിൽ കൃത്യമായ ആകൃതിയിൽ താഴ്വരകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവയ്ക്ക് ഇനി വലിയ മാറ്റങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ കൃത്യമായി ക്രമീകരിക്കപ്പെട്ട താഴ്വരകളോട് കൂടിയതും വളരെ ചെറുതും സ്ഥിരതയുള്ളതുമായ നീർച്ചാലുകളാണ്. അപ്പോൾ ഈ നദികൾ ചെറിയ നദികളാണ്. ഇവയുടെ താഴ്വരകളെന്ന് പറയുന്നത് കൃത്യമായിട്ട് ക്രമീകരിക്കപ്പെട്ടതാണ്. അതായത് നൂറ്റാണ്ടുകളോളം ഈ നദി ഒഴുകി വന്നപ്പോൾ ഈ നദികളുടെ ഒഴുക്ക് കാരണം ഉറപ്പുള്ള ശിലകളിൽ രൂപപ്പെട്ട താഴ്വരകളാണ്. മാത്രമല്ല സ്ഥിരതയുള്ള നീർച്ചാലുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. അതായത് വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഈ നദി മറ്റൊരു നദിയുടെ ഭാഗത്തെ അപഹരിക്കുക, വഴിമാറി ഒഴുകുക, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന
കാണുന്ന രീതിയിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും ഭാഗത്തുകൂടി ഒഴുകിപ്പോവുക അങ്ങനെയൊന്നുമില്ല. സ്ഥിരതയുള്ളതുമായിട്ടുള്ള നദികളാണ് ഏത്? ഈ നമ്മുടെ ഉപദ്വീപീയ നദികൾ. എന്നാൽ ഹിമാലയ നദികളോ ഗതിമാറി ഒഴുകുന്നതിന് പേരുകേട്ട നദികളാണ്. വൃഷ്ടിപ്രദേശങ്ങൾ പരിശോധിക്കുമ്പോൾ ഹിമാലയ നദികൾക്കാണ് ഏറ്റവും വിസ്തൃതിയിൽ വൃഷ്ടിപ്രദേശമുള്ളത്. ഉപദ്വീപീയ നദികൾക്കാണെങ്കിലോ വിസ്തൃതി കുറഞ്ഞ രീതിയിലാണ് വൃഷ്ടിപ്രദേശങ്ങൾ കാണപ്പെടുന്നത്. ഇനി നദിയുടെ പ്രായം നോക്കുകയാണെങ്കിൽ താഴ്വരകളുടെ ആഴം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യുവത്വഘട്ടത്തിലുള്ള നദികളാണ് ഏതാ? ഈ ഒരു ഹിമാലയ നദികൾ എന്ന് പറയുന്നത്. താഴ്വരകളുടെ ആഴം ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നദി യുവത്വഘട്ടത്തിലുള്ള നദിയാണ്. തീവ്രശക്തമായിട്ട് ഒഴുകിപ്പോകുന്ന തീവ്രശക്തിയുള്ള നദിയാണ് ഏതാ? ഹിമാലയൻ നദി. എന്നാൽ ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത് അപക്ഷയം കാരണം ഏറെക്കുറെ നിരപ്പായ ഭാഗങ്ങളിലെത്തി. ഒരു നദി ഒരു പർവ്വതത്തിന് മുകളിൽ നിന്നായിരിക്കും താഴേക്ക് ഉത്ഭവിച്ചൊഴുകിപ്പോകുന്നത്. ഒഴുകുന്ന കാലയളവിൽ മുഴുവനും നദി ഉത്ഭവിച്ചു വരുന്ന പർവ്വതത്തെ ഇത് താഴേക്ക് കുഴിച്ചു പൊയ്ക്കൊണ്ടേയിരിക്കും. ഹിമാലയ നദികളാണെങ്കിലോ ഈ കുഴിക്കുന്ന പ്രക്രിയ ഇപ്പോഴും നടന്നുകൊണ്ടേ തന്നെ ഇരിക്കുന്നു. അത് തീവ്രമായിട്ട് തന്നെ ഇരിക്കുന്നു. എന്നാൽ ഉപദ്വീപീയ നദികളാണെങ്കിലോ ഈ കുഴിക്കുന്ന പ്രക്രിയ ഏകദേശം പൂർണ്ണമായി നദി ഏകദേശം നിരപ്പാർന്ന ഭാഗങ്ങളിൽ കൂടി ഒഴുകാൻ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉപദ്വീപീയ നദികൾ പ്രായാധിക്യമുള്ള നദികളാണ്. ഓൾഡസ്റ്റ് റിവറുകളാണ്. ഉപദ്വീപീയ നദികൾ പ്രായം ചെന്ന നദികളും ഹിമാലയ നദികൾ പ്രായം കുറഞ്ഞ യങ്ങസ്റ്റ് റിവറുകളുമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെയാണ്? കൽപ്പാക്കം, നറോറ, താരാപൂർ, കേരളം. നമുക്ക് എല്ലാവർക്കും അറിയാം അത് താരാപൂറാണ് അല്ലേ? മഹാരാഷ്ട്രയിലെ താരാപൂറാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലെ താരാപൂരിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലെ താരാപൂരിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി അവിടെ തന്നെ കൊടുത്തിരുന്ന മറ്റൊരു ഓപ്ഷനായിരുന്നു കൂടംകുളം അണുശക്തി നിലയം. തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആണവ ഊർജ നിലയമാണേത്? കൂടംകുളം എന്ന് പറയുന്നത്. ഇത് സ്ഥാപിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ ഒട്ടേറെ സമരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായതാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു അണുശക്തി നിലയമാണ് കൂടംകുളം അണുശക്തി നിലയം. പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവോർജ നിലയമാണേത്? കൂടംകുളം അണുശക്തി നിലയം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവോർജ നിലയമാണ് കൂടംകുളം. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൂടംകുളം അണുശക്തി നിലയത്തിന് നമുക്ക് സഹായം നൽകിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് റഷ്യയാണ്. അടുത്ത കൽപ്പാക്കം അതും തമിഴ്നാട്ട് തന്നെയാണ്. കൂടംകുളം ആണവ നിലയവും കൽപ്പാക്കം ആണവ നിലയവും തമിഴ്നാട്ടിലെ രണ്ട് ആണവ നിലയങ്ങളാണ്. പൂർണ്ണമായും ഇന്ത്യ സ്വന്തം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ അണുശക്തി നിലയമാണ് തമിഴ്നാട്ടിലെ കൽപ്പാക്കം ആണവ നിലയം. അപ്പോൾ കൽപ്പാക്കവും കൂടംകുളവും തമിഴ്നാട്ടിൽ ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള ആണവ നിലയമാണ്. ഇതിൽ കൂടംകുളത്തിന് സഹായം നൽകിയത് റഷ്യയാണെങ്കിൽ കൽപ്പാക്കം ഇന്ത്യ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഇതിലാണ് ഇന്ത്യ തോറിയം പരീക്ഷണമൊക്കെ നടത്തിയിട്ടുള്ളത്. അതായത് യുറേനിയത്തിന് പകരം തോറിയത്തെ ആണവ ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമെല്ലാം കൽപ്പാക്കം ആണവ നിലയത്തിലാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ അണുശക്തി നിലയമാണ് കൽപ്പാക്കം അണുശക്തി നിലയം. അടുത്തതായിട്ട് കൈഗ അണുശക്തി നിലയം. ഇത് കർണാടകയിലാണ്. കൈഗ ആണവ നിലയം എവിടെയാണ്? കർണാടക. കൈഗ ആണവ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് കർണാടകയിലാണ്. പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ട മേഖലയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണേത്? കൈഗ. ഇത് ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആണവ നിലയമാണ്. ഈ ആണവ നിലയത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ് അൻഷി നാഷണൽ പാർക്ക്. ഏതാണ്? അൻഷി നാഷണൽ പാർക്ക്. അപ്പോൾ കൈഗ അണുശക്തി നിലയം കർണാടകയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ട മേഖലയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു പ്രധാന ആണവ നിലയമാണ് കൈഗ ആണവ നിലയം. ഈ ആണവ നിലയത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു നാഷണൽ പാർക്കാണ് അൻഷി നാഷണൽ പാർക്ക്. അടുത്തതായിട്ട് കാക്രപ്പാറ അണുശക്തി നിലയം ഗുജറാത്താണ്. കാക്രപ്പാറ ആണവ നിലയം അല്ലെങ്കിൽ അണുശക്തി നിലയം എവിടെ എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ്.
സൂറത്തിനടുത്ത് താപി നദിക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. താപി എന്ന് പറഞ്ഞാൽ താപ്തി കേട്ടോ. താപ്തി നദിക്കരയിലാണ്, സൂറത്തിനടുത്ത് താപ്തി നദിക്കരയിലാണ് ഈ ഒരു നിലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പം താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആണവ നിലയം ഏത് എന്ന് ചോദിച്ചാൽ അത് കാക്രപ്പാറയാണ്. ഏതാണത്? കാക്രപ്പാറയാണ്. ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് താപ്തി നദിക്കരയിലാണ് ഈ ഒരു ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. അടുത്തായിട്ട് റാവത്ത് ഭട്ട. അടുത്ത ആണവ നിലയമാണ് റാവത്ത് ഭട്ട. റാവത്ത് ഭട്ട രാജസ്ഥാനിലാണ് ഈ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. റാവത്ത് ഭട്ട ആണവ നിലയം എവിടെയാണ്? രാജസ്ഥാനിലാണ്. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് സഹായം നൽകിയിരിക്കുന്നത് കാനഡയാണ്. റാവത്ത് ഭട്ട ആണവ നിലയത്തിന് സഹായം നൽകിയിരിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് കാനഡയാണ്. റാണ പ്രതാപ് സാഗർ ഡാമിന് സമീപത്തായിട്ടാണ് ഈ ഒരു അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. റാണ പ്രതാപ് സാഗർ ഡാം കേട്ടോ. റാണ പ്രതാപ് സാഗർ ഡാം ചമ്പൽ നദി. ചമ്പൽ നദി. റാണ പ്രതാപ് സാഗർ ഡാം ചമ്പൽ നദി. ഇനി ഇത് രാജ റാണ പ്രതാപ് സാഗർ ഡാം എന്നിങ്ങനെ രണ്ടണക്കെട്ടുകളുണ്ട്. ഈ ഒരു പ്രതാപ് സാഗർ ഡാം എന്ന രീതിയിൽ രണ്ടണക്കെട്ടുണ്ട്. ഒന്ന് ബിയാസ് നദിയിലും രണ്ടാമത്തത് ചമ്പൽ നദിയിലുമാണ്. അപ്പോൾ റാണ പ്രതാപ് സാഗർ ഡാമിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ആണവ നിലയമാണ് നമ്മുടെ രാജസ്ഥാനിലെ റാവത്ത് ഭട്ട. ഏതാണ്? റാവത്ത് ഭട്ട. ആരാണ് സാങ്കേതിക സഹായം നൽകുന്നത്? കാനഡയാണ് സാങ്കേതിക സഹായം നൽകുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ റാണ പ്രതാപ് സാഗർ ഡാമിന് സമീപത്തായിട്ടാണ് ഈ ഒരു ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ എന്നും ഇവനെ വിളിക്കുന്നുണ്ട്. നറോറ അണുശക്തി നിലയം. നറോറ അണുശക്തി നിലയം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നറോറ അണുശക്തി നിലയം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നറോറ ഉത്തർപ്രദേശ്. എന്താണ് പ്രത്യേകത? ഗംഗാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നിലയം. ഓക്കെ, ഇതേ നദിക്കരയിലാണ് ഗംഗ, അങ്ങനെയും ചോദിക്കാം. ഗംഗാ നദിക്കരയിലെ ആണവ നിലയം ഏതാണ്? നറോറ അണുശക്തി നിലയമാണ്. ഗംഗാ നദിക്കരയിലെ ആണവ നിലയം ഏതാണ്? നറോറ നിലയമാണ്. ഇതിനെ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയ്ക്ക് അനുയോജ്യമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലെ സുരക്ഷകളെല്ലാം പാലിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ആണവ നിലയമാണ് നറോറ അണുശക്തി നിലയം. അടുത്ത നമുക്കൊരു അന്തരീക്ഷ പാളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓസോൺ. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഉത്തരം നമുക്ക് ഈസി ആയിട്ട് അറിയാം. സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ലേ? ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഒരു ചോദ്യം കൂടി നമുക്ക് ഈ ഒരു എക്സാമിന്, അതായത് 2 ചോദ്യങ്ങൾ നമ്മുടെ ഏറ്റവും റീസെൻ്റ്ലി നടന്ന വുമൺ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറിൻ്റെ ചോദ്യ പേപ്പറിൽ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു ചോദ്യമായിരുന്നു ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത് എന്നത്. അത് സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓസോൺ സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം. അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. ശരിക്കും പറഞ്ഞാൽ +1 നമ്മുടെ SCERT പാഠപുസ്തകങ്ങളോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ 2 ചോദ്യങ്ങളും കിട്ടും. എന്നാൽ നമ്മുടെ ഈ രണ്ടാമത്തെ ചോദ്യമായ ജലബാഷ്പം തീർച്ചയായും +1 8ാമത്തെ ചാപ്റ്റർ പഠിച്ചാൽ, വേൾഡ് ജിയോഗ്രഫി 8ാമത്തെ ചാപ്റ്ററിൽ നിന്നായിരുന്നു നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കിട്ടുക. എന്നാലും കുഴപ്പമില്ല, നമുക്ക് 2 ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കറിഞ്ഞു. നമുക്ക് വരാവുന്ന സാധ്യതയുള്ള പോയിൻറ്റ്സൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ അതിനിടയിൽ നമുക്ക് ടാലൻറ്റിൻ്റെ പുതിയൊരു റാങ്ക് ഫയൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS PYQ ആണ്. 30 സെറ്റ് ചോദ്യങ്ങളുണ്ട്, 3000ഓളം PYQ ഉണ്ട്, എക്സ്പ്ലനേഷൻ ഉണ്ട്. വെറും 730 രൂപയ്ക്കാണ് നിങ്ങൾക്കിത് ലഭ്യമാകുന്നത്. വർഷങ്ങളോളം റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുള്ള പരിചയമുള്ളത് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന രീതിയിലൊരു റാങ്ക് ഫയലായിരിക്കും ടാലൻറ്റ് അക്കാഡമി ഇറക്കുന്നത്. നമുക്ക് പണ്ടേ അറിയാം, ടാലൻറ്റ് അക്കാഡമിയുടെ റാങ്ക് ഫയൽസ് ആണ് PSC പഠിച്ചു തുടങ്ങുന്ന ഏതൊരാളുടെയും ആദ്യത്തെ പഠന വസ്തു എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ അത്രയും നീണ്ട കാലത്തെ ഒരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് ഈ ഒരു റാങ്ക് ഫയലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ PYQ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് കുറേ മാർക്ക് PYQവിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇതിൽ 30 സെറ്റ് ചോദ്യങ്ങളും 3000ഓളം PYQ ഉണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിക്കുന്നത് വളരെ സമയം കുറവുള്ള ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് മുന്നിലെത്താൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രയോജനമെന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ വ്യക്തികൾ ഈ ഒരു PYQവും ഈ സെറ്റ് ചോദ്യ പേപ്പറും ഒന്ന് ചെയ്തു നോക്കുമ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രത്തോളം മുന്നേറുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വെറും 730 രൂപയ്ക്കാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി നമ്മൾ പറഞ്ഞു. 2 ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ അന്തരീക്ഷ പാളികൾ ഇവയാണ്. 5 പാളികളുണ്ട്. താപനിലയ്ക്കനുസരിച്ച് നമ്മൾ അന്തരീക്ഷത്തെ 5ആയി തരംതിരിക്കുന്നുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിവയാണ് 5 പാളികൾ. ഈ പാളികളുടെ എല്ലാം പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് മർദ്ദം കുറയുന്നു, സാന്ദ്രത കുറയുന്നു. നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതയാണ് താഴെ നിന്നും മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് മർദ്ദവും സാന്ദ്രതയും കുറയുന്നു. മാത്രമല്ല താപനിലയിൽ വ്യതിയാനവും ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ താഴെ നിന്ന് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് നിന്നും മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് മർദ്ദം കുറയുന്നു, സാന്ദ്രത കുറയുന്നു, താപനിലയിൽ വ്യതിയാനമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യത്യസ്ത താപനിലയും ആർദ്രതയും മർദ്ദവുമുള്ള അന്തരീക്ഷ പാളികളായി നമ്മുടെ അന്തരീക്ഷത്തെ തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും മർദ്ദവും സാന്ദ്രതയുമുള്ള പാളി ഏതാണ്? അത് ഏറ്റവും താഴെയുള്ള ട്രോപ്പോസ്ഫിയർ ആണ്. തൊട്ട് മുകളിലുള്ള പാളിയിൽ ഇത് കുറയുന്നു, മീസോസ്ഫിയറിൽ വീണ്ടും കുറയുന്നു, തെർമോസ്ഫിയറിൽ വീണ്ടും കുറയുന്നു. എക്സോസ്ഫിയർ എത്തുമ്പോഴേക്കും മർദ്ദവും സാന്ദ്രതയും ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ പാളിയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ നമ്മുടെ താപനില എടുക്കുമ്പോൾ എല്ലാ പാളിയിലും കുറയുക, എല്ലാ പാളിയിലും കൂടുക എന്നതല്ല. ചില പാളിയിൽ കൂടുന്നു, ചില പാളിയിൽ കുറയുന്നു. അതിനനുസരിച്ച് നമ്മൾ പാളിയായിട്ട് അന്തരീക്ഷത്തെ തരംതിരിക്കുന്നുണ്ട്. നമുക്ക് ഓരോ പാളികൾ വീതം നോക്കാം. ഒന്നാമത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന ആദ്യ പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. ട്രോപ്പോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണ്? മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. എങ്ങനെയാണ് കുറയുന്നത്? ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ നമുക്ക് കുറയുന്നു എന്ന് പറയാം. അല്ല എങ്കിൽ 1000 മീറ്റർ ഉയരത്തിന് 6.5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയുന്നു എന്നും പറയാം. അതല്ല എങ്കിൽ 1 കിലോമീറ്ററിന് 6.5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയുന്നു എന്നും പറയാം. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് താപനില കുറയുന്നു എന്നത്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. എങ്ങനെ കുറയുന്നു? ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന അളവിനാണ് താപനില കുറയുന്നത്. ഇതിനെ വേറെ 2 രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. 1 കിലോമീറ്ററിന് 6.5 ഡിഗ്രി സെൽഷ്യസ് എന്നോ 1000 മീറ്ററിന് 6.5 ഡിഗ്രി സെൽഷ്യസ് എന്നോ നമുക്ക് പറയാൻ കഴിയും. ഈ രീതിയിലാണ് താപനില കുറയുന്നത്. ഇനി ഈ ട്രോപ്പോസ്ഫിയറാണ് ഭൂമിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി. ഇവനാണ് ഏറ്റവും താഴെയുള്ള അന്തരീക്ഷ പാളി. ഭൂമിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്നതും ഏറ്റവും താഴെയുമായിട്ട് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ. അതുകൊണ്ട് തന്നെ സാന്ദ്രതയും മർദ്ദവും ഏറ്റവും കൂടിയ പാളി. മർദ്ദവും ഏറ്റവും കൂടിയ പാളി. കേട്ടോടെ, ഏറ്റവും കൂടിയ പാളി. അപ്പോൾ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന പാളി ആയതുകൊണ്ട് തന്നെ സാന്ദ്രതയും മർദ്ദവും ഏറ്റവും കൂടുതലുള്ള പാളി ഏത് എന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഇവൻ്റെ ആവറേജ് വ്യാപ്തി 13 കിലോമീറ്ററാണ്. ആവറേജ് വ്യാപ്തി 13 കിലോമീറ്ററാണ്. എന്നാൽ ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് 8 കിലോമീറ്റർ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ ഭൂമധ്യരേഖയിലാണെങ്കിലോ ഇത് 18 കിലോമീറ്റർ ആയിരിക്കും ഭൂമധ്യരേഖയിൽ. കാരണം ഭൂമധ്യരേഖയിൽ ചൂട് കൂടുതലായതുകൊണ്ട് വായു ചൂടായി വികസിക്കുന്നു. അതുകൊണ്ടാണ് ഭൂമധ്യരേഖയിൽ
18 കിലോമീറ്റർ വരെ വ്യാപ്തിയിൽ കാണപ്പെടുന്നത്. എന്നാൽ ധ്രുവങ്ങളിൽ താപനില കുറവാണ്, സോ അവിടെ ചുരുങ്ങിയായിരിക്കും കാണപ്പെടുന്നത്. സോ അവിടെ 8 കിലോമീറ്റർ വ്യാപ്തിയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും സാന്ദ്രതയും മർദ്ദവും കൂടിയ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നതും ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ശരാശരി വ്യാപ്തി 13 കിലോമീറ്റർ ആണ്. ഇനി ധ്രുവങ്ങളിൽ 8 കിലോമീറ്റർ ആണ് ഏറ്റവും വ്യാപ്തി കുറഞ്ഞ ഭാഗം. ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ ആണ് ഏറ്റവും വ്യാപ്തി കൂടിയ ഭാഗം. ഇനി പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവിടെയാണ് ഈ ട്രോപ്പോസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ ജലബാഷ്പവും പൊടിപടലങ്ങളും കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ജലബാഷ്പവും പൊടിപടലങ്ങളുമുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അതുകൊണ്ട് ഇവിടെയാണ് കാലാവസ്ഥാ പ്രതിഭാസങ്ങളായ മേഘങ്ങൾ, മഴ, മഞ്ഞ്, കാറ്റ് എന്നീ വ്യതിയാനങ്ങളെല്ലാം എന്നീ കാലാവസ്ഥാ പ്രതിഭാസങ്ങളെല്ലാം കാണപ്പെടുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിലെ കാലാവസ്ഥാ പ്രതിഭാസങ്ങളായ മേഘം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. കാരണം ഇവിടെയാണ് ജലബാഷ്പത്തിൻ്റെ അളവും പൊടിപടലങ്ങളുടെ അളവും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അടുത്തതായിട്ട് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോകാം. സ്ഥാനം, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ സ്ഥാനം ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലായിട്ട് വരുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലായിട്ട് വരുന്നു. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ തൊട്ടു മുകളിൽ എത്ര കിലോമീറ്റർ വരെ വരുന്നുണ്ട്? 50 കിലോമീറ്റർ വരെയാണ്. അതായത് ട്രോപ്പോ പാസ് മുതൽ ആരംഭിച്ച് 50 കിലോമീറ്റർ വരെ വരുന്ന പാളിയാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന പാളി. നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ രണ്ടാമത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇവൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയും കൂടുന്നു. മുകളിലേക്ക് പോകുമ്പോൾ താപനില കൂടുന്ന പാളിയാണ്. ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോയപ്പോൾ താപനില കുറഞ്ഞു എങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് താപനില കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു നിശ്ചിത ഉയരത്തിന് ശേഷം മാത്രമേ ഈ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നുള്ളൂ. അതായത് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ താപനിലയിൽ വ്യതിയാനമൊന്നും ഉണ്ടാകുന്നില്ല. ഒരു നിശ്ചിത ഉയരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കൂടുന്നുള്ളൂ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താപനിലയിൽ വ്യത്യാസമൊന്നും ഉണ്ടാകാത്ത ഈ താഴ്ന്ന ഭാഗത്തെ സമതാപമേഖല എന്നാണ് വിളിക്കുന്നത്. സമതാപ മേഖല എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സമതാപ മേഖല കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഓസോൺ പാളി. ഓസോൺ പാളിയെ നമുക്ക് O3 എന്നും വിളിക്കാം. ഓക്സിജൻ്റെ 3 ആറ്റങ്ങൾ ചേർന്ന രൂപമാണ് ഏത്? ഓസോൺ പാളി. നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഓസോൺ പാളി എന്ന് പറയുന്നത്. ഈ ഓസോൺ പാളി നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? സൂര്യനിൽ നിന്ന് വരുന്ന മാരകമായ അൾട്രാ വയലറ്റ് രശ്മികളെ ഇവനാണ് ഭൂമിയിലേക്ക് എത്താതെ, ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്താതെ തടയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് കിരണങ്ങളെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്താതെ തടയുന്ന അന്തരീക്ഷ ഭാഗമാണ് ഏത്? ഈ സ്ട്രാറ്റോസ്ഫിയർ, അതിലെ ഓസോൺ ലെയർ. ഈ പാളിയിൽ വലിയ വായുചലനങ്ങളോ മേഘങ്ങളോ ഇല്ലാത്തതിനാൽ ജെറ്റ് എന്ന് വേണ്ട എല്ലാ വിമാനങ്ങൾക്കും യാത്ര ചെയ്യാൻ അനുയോജ്യമായ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ വലിയ അളവിലുള്ള വായുചലനങ്ങളില്ല, വായു അറകളില്ല. മാത്രമല്ല ഇവിടെ മേഘങ്ങളോ മറ്റു പ്രകൃതി പ്രതിഭാസങ്ങളോ ഇല്ല. എപ്പോഴും തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കും. സ്ട്രാറ്റോസ്ഫിയറിൽ എപ്പോഴും തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കും. സോ വിമാനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ പാളി ഏത് എന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്. മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് താപനില കൂടുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. അടുത്തതായിട്ട് മീസോസ്ഫിയർ. നമ്മുടെ മൂന്നാമത്തെ പാളിയാണ് മീസോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ അതിൻ്റെ മുകളിൽ, സ്ട്രാറ്റോസ്ഫിയർ അതിൻ്റെ മുകളിലാണ് മീസോസ്ഫിയർ വരുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ താപനില കുറയുന്ന ഭാഗമാണ് മീസോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിലും മീസോസ്ഫിയറിലുമാണ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് താപനില കുറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിൽ 50 കിലോമീറ്ററിൽ ആരംഭിച്ച് 80 കിലോമീറ്റർ വരെയാണ് മീസോസ്ഫിയർ കാണപ്പെടുന്നത്. അപ്പോൾ മീസോസ്ഫിയറിൻ്റെ വ്യാപ്തി ചോദിച്ചാൽ 50 കിലോമീറ്ററിൽ ആരംഭിച്ച് 80 കിലോമീറ്റർ വരെയാണ് മീസോസ്ഫിയർ കാണപ്പെടുന്നത്. 50 കിലോമീറ്ററിൽ ആരംഭിച്ച് 80 കിലോമീറ്റർ വരെയാണ് മീസോസ്ഫിയർ കാണപ്പെടുന്നത്. പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പാളിയാണ് ഏത്? മീസോസ്ഫിയർ എന്ന് പറയുന്നത്. താപനില 100 ഡിഗ്രി സെൽഷ്യസ് വരെ. താപനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് വരെ. അപ്പോൾ മീസോസ്ഫിയർ പറയുകയാണെങ്കിൽ അന്തരീക്ഷത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പാളിയാണ് ഏത്? മീസോസ്ഫിയർ. താപനില എത്രയുണ്ട്? 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില.
ഇനി ഇത്രയും കുറഞ്ഞ താപനില ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വാതകങ്ങൾക്ക് ഉയർന്ന സാന്ദ്രതയായിരിക്കും ഉണ്ടാവുക. ഈ സാന്ദ്രത കൂടിയ ഈ വാതകങ്ങളിൽ കൂടി ഉൽക്കകൾ പോലുള്ള വസ്തുക്കൾ കടന്നു വരുമ്പോൾ ഇത് ഉൽക്കകളിൽ ഉയർന്ന ഫ്രിക്ഷൻ നൽകുന്നു, അതായത് ഉയർന്ന ഘർഷണം നൽകുന്നു. ഈ ഘർഷണം കാരണം ഉൽക്കകൾക്ക് ചൂടുപിടിക്കുകയും ഇത് കത്തിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉൽക്കകൾ, ബഹിരാകാശത്തു നിന്ന് വരുന്ന ഉൽക്കകൾ കത്തി നശിക്കുന്ന ഭാഗമാണേത്? ഈ ഒരു മീസോസ്ഫിയർ. അതുകൊണ്ട് ഉൽക്കാവർഷമുണ്ടാകുന്ന പാളി എന്നും ഇവനെ വിളിക്കുന്നുണ്ട്. ഉൽക്കാവർഷമുണ്ടാകുന്ന പാളി, ഉൽക്കാവർഷം ഉണ്ടാകുന്ന പാളി എന്നും ഇവനെ വിളിക്കുന്നുണ്ട്. ഉൽക്കകൾ കത്തി നശിക്കുന്ന പാളി എന്നും ഇവനെ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവനിലെ കുറഞ്ഞ താപനിലയാണ് ഇതിന് കാരണം. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് ഈ ഒരു മീസോസ്ഫിയറിൻ്റെ ഒരു 80 കിലോമീറ്റർ ഉയരത്തിലാണ്. മീസോസ്ഫിയറിൻ്റെ 80 കിലോമീറ്റർ ഉയരത്തിലാണ് ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത്. -100 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ താപനില കേട്ടോ. -100 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. ഈ കുറഞ്ഞ താപനിലയാണ് ഇവിടെ ഉൽക്കകൾ കത്താൻ കാരണം. അടുത്തതായിട്ട് തെർമോസ്ഫിയർ. നാലാമത്തെ പാളിയാണ് തെർമോസ്ഫിയർ. ഇവിടെ മുകളിലേക്ക് പോകും തോറും താപനില കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിലോ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില ക്രമാതീതമായിട്ട് കൂടുന്നു. വളരെയേറെ താപനില കൂടുതലാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഇവന് തെർമോസ്ഫിയർ എന്ന പേര് കിട്ടിയത്. തെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട വേർഡാണ് അല്ലേ. ഇവൻ്റെ ഒരു വിസ്തൃതി എത്രയാണ്? മീസോസ്ഫിയർ കഴിഞ്ഞ് 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണ്. തെർമോസ്ഫിയറിൻ്റെ വ്യാപ്തി എത്രയാണ്? 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഇവൻ്റെ പ്രത്യേകത, മുകളിലേക്ക് പോകും തോറും താപനില അതിവേഗം വർദ്ധിക്കുന്നു. അതായത് താപനില വളരെയേറെ കൂടുകയാണ്. 1000 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് ഇവിടെ താപനില അനുഭവപ്പെടുന്നത്. ഇവൻ്റെ താഴ്ന്ന ഭാഗങ്ങളെ അയണോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഈ തെർമോസ്ഫിയറിലെ വാതക തന്മാത്രകളെ സൂര്യനിൽ നിന്ന് വരുന്ന എക്സ്റേ യു വി പോലുള്ള കിരണങ്ങൾ അയോണീകരിച്ച് അയോണുകളാക്കി മാറ്റുന്നു. അയോണുകളാക്കി മാറ്റുന്നു. ഈ അയോണുകൾ കാണപ്പെടുന്ന ഭാഗമാണ് ഈ തെർമോസ്ഫിയർ. അതുകൊണ്ടാണ് തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ തെർമോസ്ഫിയറും അയണോസ്ഫിയറും ആക്ച്വലി ഒന്ന് തന്നെയാണ്. അപ്പോൾ അയോണുകൾ എന്ന് പറയുന്നത് ചാർജുള്ള കണങ്ങളാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി വളരെ ഈസി ആയിട്ട് കടത്തിവിടാൻ കഴിയുന്ന ഒന്നാണ് ഏത്? ഈ ചാർജുള്ള അയോണുകൾ. അപ്പോൾ നമ്മുടെ റേഡിയോ തരംഗങ്ങൾ എന്ന് പറയുന്നത് വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. നമ്മുടെ റേഡിയോ തരംഗങ്ങൾ എന്താണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. ഇവ നമ്മൾ കടത്തിവിടുന്നത് ഏതിലെയാണ്? അയണോസ്ഫിയറിൽ കൂടിയാണ്. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന എക്സ്റേ യു വി പോലുള്ള കിരണങ്ങൾ കാരണം ഈ ഒരു തെർമോസ്ഫിയറിൻ്റെ ഭാഗങ്ങളിൽ ധാരാളമായി അയോണുകൾ രൂപപ്പെടുന്നു. അതുകൊണ്ട് തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അയോണുകൾ എന്ന് പറയുന്നത് നല്ല വൈദ്യുത ചാലകങ്ങളാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ തരംഗങ്ങൾ എന്ന് പറയുന്നത് വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. സോ നമ്മൾ ഈ വൈദ്യുത കാന്തിക തരംഗങ്ങളെ ഭൂമിയിൽ നിന്ന് നമ്മൾ ഈ അയണോസ്ഫിയർ വഴിയാണ് പ്രതിഫലിപ്പിച്ച് നമ്മുടെ ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ബഹിരാകാശ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു അയണോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ തെർമോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായിട്ട് എക്സോസ്ഫിയർ. സ്ഥാനം അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലാണ്. അതായത് അന്തരീക്ഷത്തിൻ്റെ 5ാമത്തെ പാളി, ഏറ്റവും വെളിയിലായിട്ട് കാണപ്പെടുന്ന പാളിയാണ് ഏത്? എക്സോസ്ഫിയർ. അപ്പോൾ ഇവൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവനും ബഹിരാകാശവും തമ്മിൽ ചേർന്നാണ് കിടക്കുന്നത്. അതായത് നമ്മുടെ അന്തരീക്ഷത്തിലെ വാതകങ്ങൾ നേർത്ത് ബഹിരാകാശവുമായി ലയിക്കുന്ന ഭാഗമാണ് ഏത്? ഈ ഒരു എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ വായു വളരെ നേർത്താണ് ഇവിടെ കാണപ്പെടുന്നത്. ഈ പാളി പതുക്കെ ബഹിരാകാശവുമായി ലയിച്ചു ചേരുന്നു. ഇവിടെ പ്രധാനമായിട്ടും ഹൈഡ്രജൻ, ഹീലിയം പോലുള്ള സാന്ദ്രതയും മാസും കുറഞ്ഞ മൂലകങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ എക്സോസ്ഫിയറിൽ വെച്ചാണ് ബഹിരാകാശവും അന്തരീക്ഷവും പരസ്പരം ലയിച്ച് ഇല്ലാതായി മാറുന്നത്. അങ്ങനെ ഒരു പാളിയാണ് ഏത്? എക്സോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ പാളി. അവസാനത്തെ ചോദ്യമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വുമൺ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിന് ചോദിച്ച അവസാനത്തെ ചോദ്യം 10th ലെവൽ എക്സാം ആയിരുന്നു. അതിൻ്റെ അവസാനത്തെ ചോദ്യം അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്നാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു 3ഓളം ചോദ്യം ആ ഒരു എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷം മുഖ്യമായിട്ട് പഠിച്ചോളുക.
അപ്പോൾ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മർദ്ദമാണോ അത് ബാരോമീറ്റർ ആയിരിക്കും കേട്ടോ. മർദ്ദമാണെങ്കിൽ അത് ബാരോമീറ്റർ ആയിരിക്കും, മെർക്കുറി ബാരോമീറ്റർ കേട്ടോ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മെർക്കുറി ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അപ്പോൾ 2 തരം ബാരോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്, മെർക്കുറിക് ബാരോമീറ്ററും അനിറോയിഡ് ബാരോമീറ്ററും കേട്ടോ. 2 തരം ബാരോമീറ്ററാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, മെർക്കുറിക് ബാരോമീറ്ററും അനിറോയിഡ് ബാരോമീറ്ററും. ഇതിൽ മെർക്കുറിക് ബാരോമീറ്റർ നമ്മൾ ഉപയോഗിച്ച് മർദ്ദം അളക്കുമ്പോൾ ഇതിൽ മെർക്കുറിയാണ് നിറച്ചിരിക്കുന്നത്. ഇത് ഒരു സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഇതിലെ മെർക്കുറി മുകളിലേക്ക് ഉയരുന്നു. ഇത് എത്ര സെൻറ്റിമീറ്റർ വരെ ഉയരുമെന്ന് ചോദിച്ചാൽ 76 സെൻറ്റിമീറ്റർ വരെയാണ് ഉയരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രദേശത്തെ മർദ്ദം അളക്കുകയാണ്. ഒരു സാധാരണ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ മർദ്ദം അളക്കുമ്പോൾ ആ മെർക്കുറിക് ബാരോമീറ്ററിലെ മെർക്കുറി 76 സെൻറ്റിമീറ്ററാണ് മുകളിലേക്ക് ഉയരുന്നത്. അങ്ങനെ മുകളിലേക്ക് 76 സെൻറ്റിമീറ്റർ ഉയർന്നു നിൽക്കുന്ന മെർക്കുറി ഉയർന്നു നിൽക്കുന്ന ആ പ്രദേശത്തെ മർദ്ദം 1013.2 മില്ലി ബാർ എന്നോ ഹെക്ടോ പാസ്കൽ എന്നോ പറയാം. അപ്പോൾ ശരാശരി അന്തരീക്ഷ മർദ്ദം എത്രയാണ്? 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കലാണ്. മർദ്ദം രേഖപ്പെടുത്തുന്ന യൂണിറ്റുകളാണ് മില്ലി ബാറും ഹെക്ടോ പാസ്കലും കേട്ടോ. മർദ്ദം രേഖപ്പെടുത്തുന്ന യൂണിറ്റുകളാണ് മില്ലി ബാറും ഹെക്ടോ പാസ്കലും. ഇവിടെ 2 ഉപകരണങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് മെർക്കുറിക് ബാരോമീറ്റർ, ഇതാണ് അനിറോയിഡ് ബാരോമീറ്റർ. അപ്പോൾ 2 ബാരോമീറ്ററിൻ്റെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. നമ്മുടെ പുതിയ പാഠപുസ്തകമാണെങ്കിൽ 7ാം ക്ലാസ്സിൽ 5ാമത്തെ ചാപ്റ്ററിൽ ഈ ഒരു ബാരോമീറ്ററിൻ്റെയൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ 10th ലെവൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച 10th ലെവൽ എക്സാമിൻ്റെ 2 ചോദ്യപേപ്പറുകളാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു ഡിസ്കസ് ചെയ്തതിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷം 10th ലെവൽ എക്സാമിന് നന്നായിട്ട് നോക്കിക്കൊള്ളുക. ഭൂമിയുടെ ഘടനയെക്കുറിച്ചൊക്കെ നോക്കിക്കൊള്ളുക, കാലാവസ്ഥയെക്കുറിച്ചൊക്കെ നോക്കിക്കൊള്ളുക, ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചൊക്കെ നോക്കിക്കൊള്ളുക. അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 10th ലെവൽ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കിയത്. ഇനി അതിന് മുൻപേ നടന്ന എക്സാമിൻ്റെ ചോദ്യപേപ്പറുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ എന്തായാലും കണ്ടുമുട്ടാം. അപ്പോൾ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതുവരെയും എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ശുഭദിനം. ഗുഡ് ബൈ.